Good afternoon, all. ഞാൻ തന്നെയാണ് 3 ദിവസമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തന്നെയാണല്ലേ. ബോറടിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ഡേ തുടങ്ങി മിസ്സായി കയറിക്കോളും. ഓക്കെ, നമ്മുടെ പോർഷൻസ് ഒന്ന് നിർത്തിയേക്കാം. ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അവർക്ക് സർവീസിന്റെ ക്ലാസ് ഒക്കെ കയറി എടുക്കേണ്ട വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പോർഷൻസ് അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എത്തിച്ച് കയറിയതില് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ഓറിയന്റേഷൻ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയത്. അവിടെ ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞു, അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്ലേസ്മെന്റിലേക്ക് വന്നു. പ്ലേസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കറക്റ്റ് പ്ലേസിൽ തന്നെ കറക്റ്റ് പേഴ്സണെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ അതനുസരിച്ചിട്ട് തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ നിർവഹിച്ചു പോരേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്ത വ്യക്തികളുടെ ഒപ്പീനിയനുകളൊക്കെ നമ്മൾ ലിസ്റ്റിൽ കണ്ടായിരുന്നു. വീണ്ടും പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് അല്ലെ, അവിടെ പ്ലേസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിൽ നമ്മൾ കണ്ടു. പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് കണ്ടു അല്ലെ. നമുക്കറിയാം എന്തായാലും ഫസ്റ്റ് എന്താണോ വേക്കൻസി, അതിനുശേഷം ആ വ്യക്തി അതിനനുയോജ്യമായിട്ടുള്ള പേഴ്സൺ, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് വന്നേക്കുന്നത്. ആ പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എ ജോബ് ഫസ്റ്റ് ആൻഡ് നെക്സ്റ്റ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? ക്വാളിഫിക്കേഷൻ അല്ലേ. അവിടെ ആ പ്ലേസിൽ ഹൈ ക്വാളിഫിക്കേഷനോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്ത പേഴ്സൺസ് ആയിരിക്കണം. തീർച്ചയായിട്ടും ആ ജോലി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ നമ്മൾ കണ്ടെത്തണം അല്ലെ. അവരെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾസ് ഓഫ് ടൈംലി പ്രിപ്പറേഷൻ ആണെങ്കിൽ നമുക്കറിയാം, കൃത്യമായിട്ട് തന്നെ ജോലി ഹയർഡ് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ നേരത്തെ കൂട്ടി തന്നെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ കൈകാര്യം ചെയ്ത് വരണം. എങ്കിൽ മാത്രമാണ് ഓറിയന്റേഷൻ ടൈമിൽ അവർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വർക്കിംഗ് കണ്ടീഷൻസ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം, അവിടെ എൻഗേജ് നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് അറേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ചില കർത്തവ്യ മനോഭാവങ്ങൾ കൂടി അവരിൽ മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. കേസ് കൃത്യമായിട്ട് നിർവഹിച്ചില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലോയൽറ്റി ആൻഡ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും നല്ലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ആ വിശ്വസ്തമായിട്ടുള്ള രീതി ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഒരു നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ തീർച്ചയായിട്ടും നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി തക്ക വിധത്തിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് എംപ്ലോയീസ് മുന്നോട്ട് പോകാനായിട്ടുള്ള രീതി അവലംബിക്കേണ്ടതാണ്. ലാസ്റ്റ് വണ് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം, അതൊരു ജോബ് മേക്കർ ആണെങ്കിൽ അല്ലെ, എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് വേറെ പ്ലേസ്മെന്റുകൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ടെമ്പററി ആയിട്ട് അവരെ ബേസിക്കലി നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുത്ത പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം അവിടെ ഒരു പെർമനന്റ് ജോബിലേക്കായിരിക്കും. സോ പ്ലേസ്മെന്റിന്റെ ഒരു അല്ലെ, പ്ലേസ്മെന്റ് എന്നുള്ള ഒരു കണ്ടീഷൻ ഇത് ഫുൾഫില്ല് ചെയ്ത് ചിലപ്പോൾ വേണമെങ്കിൽ ഈ പ്രൈമറി ആയിട്ടുള്ള ടെമ്പററി വേക്കൻസിയിൽ നിന്ന് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റിലേക്ക് അവിടെ വേക്കൻസി ഫില്ലാക്കുന്ന തരത്തിൽ തന്നെ പെർമനന്റ് വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യുമ്പോഴാണ് ആ പ്ലേസ്മെന്റ് അവിടെ പൂർണ്ണമാകുന്നത്. അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. വായിച്ചു നോക്കി കാണും അല്ലേ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ്, ബെനിഫിറ്റ് ഓഫ് പ്ലേസ്മെന്റ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഇൻ പ്ലേസ്മെന്റ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ പറയുന്ന പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഈ പ്ലേസ്മെന്റിന്റെ പ്രോസസ്സ് അത് എത്ര സ്റ്റെപ്സ് ആയിട്ടാണ് കൈകാര്യം ചെയ്തത്? 4 സ്റ്റെപ്സ് ആയിട്ടാണ് കൈകാര്യം ചെയ്തത്. ആ സ്റ്റെപ്സുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് വിലയിരുത്താം. There are 4 steps in the procedure of employee placement which are as follows.
4 സ്റ്റെപ്സുകളാണ് എംപ്ലോയിയുടെ പ്ലേസ്മെന്റുമായിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ഡാറ്റ കളക്ഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഇവാലുവേഷൻ, തേർഡ് സ്റ്റെപ്പ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ്, ദെൻ ഫോർത്ത് കൺട്രോൾ. ഓക്കെ, 4 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡാറ്റ കളക്ഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഇവാലുവേഷൻ, and third step allocation or placing, and fourth step controlling. Okay, അപ്പൊ data collection എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? In the employee placement procedure, the first step is to collect data about the employee for the purpose of identifying qualifications, skill and abilities of present employees. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് വേക്കൻസി ആണെങ്കിലും ആ വേക്കൻസി ആണ് ഫില്ല് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ ആ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ അല്ലെ, ആ ഒരു പ്ലേസ്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതിന്റെ അനുസരിച്ചിട്ടുള്ള സ്കില്ല് അല്ലെ, കഴിവുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നോളജുകളെല്ലാം തന്നെ ആ വ്യക്തിക്ക് എംപ്ലോയേഴ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. വേക്കൻസി എന്താണോ ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, കഴിവുകൾ അല്ലെ, നോളജുകൾ, അറിവുകൾ അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ട് പറയുന്നത്. First step is to collect data about the employee for the purpose of identifying qualification, skills and abilities of our present employees. Then second step like evaluation. After completing the first step of collecting data, the next step is to evaluate the capability of an employee in order to analyze the type of job that best suits the employee. ഓക്കെ, നമുക്കറിയാം ഏത് തരത്തിലുള്ള ജോലിയാണ് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, സ്കിൽ, എബിലിറ്റീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഏത് തരത്തിലുള്ള പ്ലേസ്മെന്റ് ആണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ആ ഏത് നമുക്കറിയാം വ്യത്യസ്ത വേക്കൻസികൾ വരികയാണ്. ടെക്നീഷ്യന്റെ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ, കോൺട്രാക്ടിന്റെ, അതല്ലെങ്കിൽ അല്ലെ കേസ് ഏത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ജോലികൾ അല്ലെ, ഏത് തരത്തിലുള്ള ജോലിയാണോ അതില് ഏതെങ്കിലും വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനുള്ള, സ്കില്ലുള്ള, നോളജുള്ള പേഴ്സൺ ആണോ അല്ലെ നമ്മുടെ കയ്യിലുള്ളത്. കേസ് ആപ്ലിക്കേഷനിൽ കിട്ടിയിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വരുന്നത്. ഇവാലുവേഷൻ വിലയിരുത്തുക. After completing the first step of collecting employee data, the next step is to evaluate the capability of an employee in order to analyze the type of job. അല്ലെ, ടൈപ്പ് ഓഫ് ജോലിക്ക് കേപ്പബിൾ ആണോ ആ വ്യക്തി, അനുയോജ്യമാണോ, ബെസ്റ്റ് സ്യൂട്ട്സ് ദ എംപ്ലോയി അല്ലെ, അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പേഴ്സൺ ആണോ. ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പേഴ്സൺ ആണോ അത് എങ്ങനെ വിലയിരുത്താൻ പറ്റുക? അവരെ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും വിലയിരുത്തുന്നത്? ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എംപ്ലോയിയുടെ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും വിലയിരുത്തുന്നത്? എംപ്ലോയിയുടെ സ്കില്ല്, നോളജ്, എബിലിറ്റീസ് അതൊക്കെ നോക്കിയിട്ടാണ് വിലയിരുത്താൻ പറ്റും അല്ലെ. ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് വിലയിരുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ, സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ബെസ്റ്റ് സ്യൂട്ട് ആയ എംപ്ലോയി ആണെന്ന് കണ്ടെത്താൻ സാധിക്കും. തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? അലോക്കേഷൻ ആൻഡ് പ്ലേസിംഗ്. Okay, in the step, the company places the employee on the job which is the best suitable for him. Right? ഇപ്പൊ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന പൊസിഷനിലേക്ക് ആ ജോലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. എങ്ങനെ ആദ്യം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾക്ക് ഉള്ള വേക്കൻസികളിൽ ഈ പേഴ്സൺ എവിടെയാണ് അനുയോജ്യമായതെന്ന്, ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്താണ് വേക്കൻസി ഏതാണെന്ന് കണ്ടെത്തുന്നു. ദെൻ ആ വേക്കൻസിയിലേക്ക് ഈ വ്യക്തിയെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. എന്നുവെച്ചാൽ ആ പ്ലേസ്മെന്റ് നടപ്പാക്കി കൊടുക്കും. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പ് കൺട്രോൾ. എന്താണ് കൺട്രോൾ? ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദിസ് പ്രൊസീജിയർ ഇസ് കൺട്രോൾ. ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? പ്ലേസ്മെന്റിലെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. ഈ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് മെഷറിംഗ്
and observing the employee performance in that particular job. അല്ലെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ജോലിയിൽ അവരുടെ പ്രകടനം അല്ലെ ആ എംപ്ലോയിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവരുടെ പ്രകടനം അത് എത്രത്തോളം ഉണ്ട് എന്ന് ചെയ്യുക അല്ലെ അത് നിരീക്ഷിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ കൺട്രോളിങ് എന്ന പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, നമുക്കറിയാം അവിടെ വിലയിരുത്തി വരുമ്പോഴും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒക്കെയാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അല്ലെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ആവശ്യമല്ലെങ്കിൽ അതൊക്കെ അനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ മനസ്സിലാക്കി എടുക്കുക പ്രോസസ് ഓഫ് പ്ലേസ്മെന്റില് 4 സ്റ്റെപ്സുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡാറ്റ കളക്ഷൻ ആണ്. അതായത് ആ എംപ്ലോയിയെ സംബന്ധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് കളക്ട് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് ആണ് കളക്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. സ്റ്റെപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ചോദിച്ചു കാണാറുണ്ടാവും. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, വിച്ച് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, വിച്ച് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെ അങ്ങനെയൊക്കെ കാര്യം. എന്താണ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാം. വിച്ച് അല്ലെ കമ്പനി പ്ലേസസ് ദ എംപ്ലോയി ഓൺ ദി ജോബ് വിച്ച് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹിം. ഏറ്റവും അനുയോജ്യമായതിലേക്ക് എംപ്ലോയിനെ പ്ലേസ്മെന്റ് നടത്തുന്നതാണ്, പ്ലേസിംഗ് നടത്തുന്നതാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവാം. നാല് സ്റ്റെപ്പുകളൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. അപ്പൊ തന്നെ പഠിച്ചു പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ്. നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ് ആണ്. ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റിൽ പറയുന്ന കാര്യം നോക്കാം. ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രോപ്പർ പ്ലേസ്മെന്റ് ആർ ആസ് ഫോളോസ്. ഈ പ്ലേസ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതാണ് നോക്കാം. ഫസ്റ്റ് വൺ റൈസ് എംപ്ലോയി മൊറൈറ്റി. ഫസ്റ്റ് വൺ എന്താണ് റൈസ് എംപ്ലോയി മൊറൈറ്റി, മനോവീര്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതായത് പ്ലേസ്മെന്റ് ഈ രീതിയിലുള്ള സ്റ്റെപ്സ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടാണ് അവിടെ പ്ലേസ്മെന്റ് കൊടുക്കണമെങ്കിൽ നമുക്കറിയാം അവർക്ക് കോൺഫിഡൻസ് കിട്ടാനുള്ള സാധ്യത അല്ലെ. തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ അതനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു മനോവീര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് കറക്റ്റ് പ്ലേസ്മെന്റ് കഴിച്ചിട്ട് എംപ്ലോയി അഡാപ്റ്റ് മോർ ഈസിലി ടു ദ ജോബ് ആൻഡ് ഹെൽപ്സ് ഹിം ടു ഗിവ് എ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഓക്കെ, അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ക്വാളിഫിക്കേഷൻ, സ്കില്ല്, എബിലിറ്റി, നോളജ് എല്ലാം അതിന് അനുയോജ്യമായിട്ടുള്ള പ്ലേസ്മെന്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈസിലി അവർക്ക് ജോലി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. ദിസ് ഹാവ്സ് ടു റേസ് ദ മൊറൈൽ ഓഫ് ദ എംപ്ലോയി. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ് ഒരു മനോവീര്യം അല്ലെ. നമുക്കറിയാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ആത്മവിശ്വാസം, ഒരു അല്ലെ ആത്മാഭിമാനം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് റേസ് എംപ്ലോയി മൊറൈൽ. സെക്കൻഡ് പോയിന്റ് പറയുകയാണെങ്കിൽ കീപ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ്.
എന്താ അവിടെ പറയുന്നത്? കീപ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് എന്നുള്ളത്. എംപ്ലോയീസ് ആർ മോട്ടിവേറ്റഡ് ഇഫ് ദേ ആർ പ്രോപ്പർലി പേസ്ഡ് ബൈ മാച്ചിങ് ദെയർ സ്കിൽസ് ആൻഡ് ജോബ് റിക്വയർമെന്റ്സ്. ഓക്കെ, ജോലിയുടെ ആവശ്യകതയും അല്ലെങ്കിൽ അതിന്റെ കഴിവും അനുസരിച്ചിട്ട് തന്നെ അവർക്ക് പ്രോപ്പർലി പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസ് നല്ല പ്രചോദിതരാവുകയാണ്. കാരണം അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത് അല്ലെ. ഇഫ് ദേ ആർ മോട്ടിവേറ്റഡ് ദേ പ്രൊഡ്യൂസ് ബെറ്റർ. തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ സ്കില്ലിനും നോളജിനും അനുസൃതമായിട്ടുള്ള ജോലി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവര് അല്ലെ ഉത്സാഹത്തോട് ഇത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്കൊരു ബോർഡമോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം അവർക്ക് അറിയാവുന്ന ഒരു മേഖല തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ പ്രൊഡ്യൂസ് ബെറ്റർ ആവുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് നല്ല റിസൾട്ട് കാഴ്ചവെക്കാനും സാധിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ? ഓക്കെ അല്ലേ? അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻസ്. എന്താണ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻസ് എന്ന് പറയുന്നത്? ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനായിട്ട് പോകാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? നമുക്ക് താല്പര്യമുള്ള ഒരു തൊഴില്, ഇൻ കേസ് കുട്ടികളാണെങ്കിൽ താല്പര്യമുള്ള ഒരു കളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് ഓൾറെഡി ഒരു വേദന ഉണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല. അതേസമയം അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്താണ് അവർക്ക് മടവേദന, ഇവിടെ വേദന അല്ലെ ഏതെങ്കിലും മടികളൊക്കെ പിള്ളേരെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞ മാതിരി തന്നെ തൊഴിലാളികളെ സംബന്ധിച്ചും അവർക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം വലിയ കുഴപ്പമുണ്ടാവില്ല, മടിയൊന്നും ഉണ്ടാവില്ല. അതേസമയം അല്ലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് വർക്ക് ചെയ്ത് പോകാനൊക്കെ ഒരു മടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റിസം. If the employees are properly placed in their jobs, then absenteeism and the employee turnover is reduced. പ്രോപ്പർ ആയിട്ട് തന്നെ അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എംപ്ലോയിയുടെ ആണല്ലേ മടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ എംപ്ലോയി മറ്റൊരു ജോലി കണ്ടെത്തി പോകാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഈ കമ്പനി അവര് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. This results in effective utilization of machines, equipment and materials. അതായത് ഇതിന്റെ പരിണിത ഫലം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് നന്നായിട്ട് തന്നെ എഫക്റ്റീവ് ആയിട്ട് ഭാഗമായ രീതിയിൽ തന്നെ എല്ലാ വിഭവശേഷിയും യൂട്ടിലൈസ് ചെയ്യും, ഉപയോഗിക്കും. അതായത് മെഷീൻ ആണെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല ഫലപ്രദമായ രീതിയിൽ യൂസ് ചെയ്യും എന്നുള്ളതാണ്. കാരണം അവർക്ക് മടിയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അവർ ജോലിക്ക് വരുന്നത്. അങ്ങനെ മടിയൊന്നും ഇല്ലാത്ത അവസ്ഥ എങ്ങനെ വന്നത്? അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുത്തപ്പോൾ. അല്ലേ? 3 പോയിന്റ് ജസ്റ്റ് വായിച്ചു നോക്കാം. പോവാൻ നമുക്ക് തിരക്കൊന്നുമില്ല, കുറച്ചും കൂടി എഴുതാനുള്ളൂ. Okay, points okay. Okay, then നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി. തേർഡ് പോയിന്റ് ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? നോക്കാം. റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ഓക്കെ, റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റിസം.
If employees are properly placed in their job, then absenteeism and employee turnover is reduced. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രോപ്പർലി ആണ് പ്ലേസ്മെന്റ് കൊടുക്കണമെങ്കിൽ അവരുടെ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കണമെങ്കിൽ എന്താണ് അവർക്ക് ഹാപ്പി ആയിരിക്കും, അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളത്. കാരണം അവർക്ക് അറിയാവുന്ന ഒരു ജോലി തന്നെയാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അവരെന്താണ് ജോലിക്ക് വരാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും, ആബ്സെന്റീസ് ഒന്നും ഉണ്ടാവില്ല, അവർ എല്ലാ ദിവസവും തന്നെ വരാനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ പറയാണ് ആൻഡ് എംപ്ലോയി ടേൺ ഓവർ ഇസ് റെഡ്യൂസ്ഡ്. എന്താണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്? അതായത് ആ ജോലിയിൽ നിന്ന് അല്ലെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്താണ് ആ ഒരു കമ്പനി വിട്ടിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാറ്റിസ്ഫൈഡ് അല്ലാത്ത എംപ്ലോയീസ് ആണ് അങ്ങനെ മറ്റൊരു കമ്പനിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വരുന്നത്, അല്ലെ? അതേസമയം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഈ ജോലിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് എങ്കിൽ കേസ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി ഓഫർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് അവർ മുടക്കം കൂടാതെയൊക്കെ ജോലി എടുക്കാൻ വരികയും ചെയ്യും. മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്നതാവും അത് ഒഴിവാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ടേൺ ഓവർ ഈസ് റെഡ്യൂസ്. വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും, മറ്റൊരു കമ്പനിയിലേക്ക് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. This result is an effective utilization of machines, equipment and materials. അതായത് നമുക്കറിയാം വിട്ടുപോകുന്ന നിരക്കൊക്കെ കുറയുമ്പോൾ എന്താണ് അവര് നല്ല സാറ്റിസ്ഫൈഡ് ഒക്കെയാണ് എങ്കിൽ എന്താ പ്രത്യേകത, അവരെ ഫലപ്രദമായിട്ട് തന്നെ എന്താണ് അവിടെയുള്ള മെഷീൻസും എക്യുപ്മെന്റ്സും മെറ്റീരിയൽസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യും, ഉപയോഗപ്രദമാക്കും. കാരണം നമുക്കറിയാം അവർക്ക് ബോറടിയൊന്നുമില്ല, അല്ലെ? മൈൻഡ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, അവര് മുടക്കം കൂടാതെ തന്നെ ജോലിയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി ആയതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ തന്നെ അവിടെയുള്ള വിഭവശേഷികളെല്ലാം യൂട്ടിലൈസ് ചെയ്യും, ഉപയോഗപ്രദമാക്കും എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ടേൺ ഓവർ എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട. നമ്മൾ എപ്പോഴും എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻസിലും പറഞ്ഞിട്ടുണ്ട് ഇത്, ടേൺ ഓവർ എന്നത് അതെന്ന് പറയുന്നത് അതായത് മറ്റൊരു കമ്പനി തേടി പോകുന്ന ഒരു അവസ്ഥ, അതിന് നിരക്ക് കുറവായിരിക്കും, അവര് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി. എന്താണ് എംപ്ലോയറെ അല്ലെ കാര്യക്ഷമത അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നതിന്. Proper placement helps to improve employees' efficiency as he is able to produce better results, communicate with the people effortlessly, feels motivated, becomes punctual and avoids committing errors. Okay, നമുക്കറിയാം പ്രോപ്പർ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് അവരുടെ സ്കില്ല് നോളജിന് അനുയോജ്യമായിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് തന്നെ വർക്ക് കൈകാര്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താണ് ബെറ്റർ റിസൾട്ടുകൾ ഉണ്ടാവുന്നു. കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾസ് എഫർട്ട്ലെസ് എന്ന് വെച്ചാൽ വളരെ നല്ല മാന്യമായ രീതിയിൽ തന്നെ എല്ലാവരൊക്കെ ആശയവിനിമയമൊക്കെ നടത്താനായിട്ട് സാധിക്കുന്നു. ഫീൽസ് മോട്ടിവേറ്റഡ്, പരസ്പരം നല്ല സഹകരണത്തോട് കൂടിയിട്ട് പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷനൊക്കെ അവർക്ക് ലഭ്യമാകുന്നു. ബിക്കംസ് ഇത് ഇങ്ങനെയൊക്കെ പോയിക്കുമ്പോൾ എന്താ നമുക്കറിയാം അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സെന്റീസ് ഒന്നും ഉണ്ടാവില്ല. അവര് കറക്റ്റ് സമയത്ത് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സിൻസിയറായിട്ട് തന്നെ വരും. തന്നെ അവോയ്ഡ് കമ്മിറ്റിംഗ് എറേഴ്സ്, തെറ്റുകളൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ വളരെ കുറവായിരിക്കും. കാരണം അവര് ഹാപ്പിയോട് കൂടിയിട്ട് അവർക്ക് അറിയാവുന്ന മേഖലയാണ്, അല്ലെ? അപ്പൊ തെറ്റുകളൊന്നും അധികം വരുത്തേണ്ട ആവശ്യകതയില്ല. അപ്പൊ അവര് തെറ്റുകുറ്റങ്ങളൊന്നും വരുത്തുകയില്ല. കറക്റ്റ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യും, അബ്സെന്റീസ് ഒക്കെ കുറയ്ക്കും, കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറയ്ക്കും, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും, എല്ലാ തരത്തിലുള്ള റിസോഴ്സസും മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ എന്താണ് അവരുടെ എഫിഷ്യൻസി അല്ലെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അവരുടെ ആ ജോലി അല്ലെ വർക്കും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അല്ലെ എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ഓക്കെ, കാരണം ഒരു ദിവസം പോലും അവര് കെയർലെസ് ആയിട്ട് തന്നെ അവരുടെ ജോലിയെ വ്യാപൃതമാക്കുന്നില്ല. കാരണം അവര് ഹാപ്പിയാണ്, അല്ലെ? അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തൊഴിലാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതാണ് ആ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സിന്റെ അടിസ്ഥാനത്തിൽ പ്ലേസ്മെന്റ് നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ. ഓക്കെ അല്ലേ? ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി ചെയ്യണോ? ക്ലിയർ അല്ലേ? ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി
ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് കീപ്പ് എംപ്ലോയി സാറ്റിസ്ഫൈഡ്. നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. എന്താണ് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അല്ലെ. Placement aims to keep an employee satisfied. If an employee is properly placed in his job, he works with the C and his work performance is highly. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ഉൾപ്രേരണയോട് കൂടിയിട്ട് അല്ലെ, നല്ല പ്രചോദിതരമായ രീതിയിൽ തന്നെയായിരിക്കും അവരുടെ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കുന്നത്. നല്ല രീതിയിൽ അവര് മോട്ടിവേഷൻ അവർക്ക് കിട്ടുകയാണ്. കാരണം അവർക്ക് അറിയാവുന്ന ജോലിയാണ് അവര് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സോ ഉത്സാഹത്തോടു കൂടിയിട്ട് തന്നെ അവര് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിലെ ഫസ്റ്റ് സെന്റൻസ് നോക്കാം. പ്ലേസ്മെന്റ് എയിംസ് ടു കീപ്പ് എംപ്ലോയി സാറ്റിസ്ഫൈഡ്. പ്ലേസ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയി സംതൃപ്തരാകുക എന്നതാണ്. പ്ലേസ്മെന്റ് നടത്തുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടാണ് പ്ലേസ്മെന്റ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സംതൃപ്തരായിരിക്കും. If an employee is properly placed in this job, he works with the C and his work performance is good. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രോപ്പർലി ആണ് അവര് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവർ ഉത്സാഹത്തോടു കൂടിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാറ്റിസ്ഫൈഡ് എംപ്ലോയി എപ്പോഴും നല്ല റിസൾട്ട് ആയിരിക്കും കാഴ്ചവെക്കുന്നത് അല്ലെ, പ്രകടിപ്പിക്കും, പെർഫോം ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കറിയാം നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് നടത്തുമ്പോഴുണ്ടാകുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ആ കെട്ടിങ്ങുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോ ഗുഡ് പ്ലേസ്മെന്റ് അല്ലെ, അത് ലീഡ് വിത്ത് നമുക്ക് ഓപ്ഷൻസിലെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് അബ്സെന്റിസം എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ശരിയാണ്. അതായത് നല്ല പ്ലേസ്മെന്റ് നടത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തില് ലേബർ ടേൺ ഓവറും അബ്സെന്റിസം ഒക്കെ റെഡ്യൂസ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു ഓപ്ഷൻ തന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം എന്തിന്റെ ബെനിഫിറ്റ്സ് ആണ്? ആ പ്ലേസ്മെന്റിന്റെ ബെനിഫിറ്റ്സ് ആണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ് ആണ് നമുക്ക് ലാസ്റ്റ് കാണുന്ന ഭാഗം. ചെറിയ ഘടകങ്ങളുണ്ട്, അതായത് പ്രശ്നം എന്നത്തെ ഭാഗം നോക്കാം. പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ് നോക്കിയാണെങ്കിൽ പ്ലേസ്മെന്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇറ്റ് നീഡ് ടു മാച്ച് എംപ്ലോയി സ്കിൽസ് വിത്ത് ജോബ് റിക്വയർമെന്റ്സ്. പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ അനുയോജ്യമായിട്ടുള്ള പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പി എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത് അങ്ങനെ വളരെ ഈസി ആയിട്ട് ശരിയാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന ടാസ്ക് അല്ല അല്ലെ. നമുക്കറിയാം ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതാണ്. എന്തെങ്കിലും നോളജ് കുറവാണെങ്കിൽ അവരുടെ ചിലപ്പോൾ സ്കില്ല് അല്ലെ, അവരുടെ പ്രാക്ടിക്കൽ ഇത് എബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ സ്പീഡ് ഒക്കെ കൂടുതലുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ നോളജ് കുറവായിരിക്കും. അതല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള പെരുമാറ്റ രീതികളിലൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഈസി ടാസ്ക് ഒന്നല്ല. ഇറ്റ് നീഡ്സ് ടു മാച്ച് എംപ്ലോയി സ്കിൽസ് വിത്ത് ജോബ് റിക്വയർമെന്റ് അല്ലെ. ജോലിക്ക് അനുയോജ്യമായ, ജോലിക്ക് എന്താണോ ആവശ്യകതയുള്ളത് അതിനെ അനുയോജ്യമായിട്ടുള്ള മാച്ചായിട്ടുള്ള എംപ്ലോയീസ് സ്കില്ലുള്ള പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ദോ the HR manager tries to make it justificable and effective. Still a few problems arise. Some of the problems are as follows. Okay, നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഈ മാനേജേഴ്സ്, HR മാനേജേഴ്സിനെ കുറെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഈ പറഞ്ഞ ന്യായീകരിക്കാനായിട്ട് ഒരു ഓക്കെയാണ്, ഒരു സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പല കാര്യങ്ങളൊക്കെ, പല പ്രോബ്ലംസിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടത് വരും. അതിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്. ഓരോ എംപ്ലോയിനെ കുറിച്ചിട്ടും ഒരുപാട് ധാരണകൾ വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും അവരെ ഇതുമായി ബന്ധപ്പെടുത്തി അവർക്ക് ജോലി ഓഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ് ആണ് ഫസ്റ്റ് വരുന്ന പ്രോബ്ലം. ദ മെയിൻ പ്രോബ്ലംസ് ഓഫ് പ്ലേസ്മെന്റ് ഈസ് എംപ്ലോയി എക്സ്പെക്ടേഷൻസ് അല്ലെ. പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് എംപ്ലോയിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു അല്ലെ, അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. എംപ്ലോയീസ് ജനറലി എക്സ്പെക്ട് ഹൈ സാലറി, difficult task and autonomy, and if their job does not fulfill their expectations,
they feel that they are in a job which is not appropriate for them. Okay, പ്രധാനമായിട്ടും എംപ്ലോയീസിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ, അവര് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നല്ല സാലറി വേണമെന്നായിരിക്കും ഏറ്റവും തൊഴിലാളി ആഗ്രഹിക്കുന്നത് അല്ലേ. പിന്നെ നമ്മളുടെ അല്ലെ നമ്മുടെ സാമ്രാജ്യത്തിൽ ഒതുങ്ങുന്ന നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഫോളോ ചെയ്യാനായിട്ടൊന്നും എംപ്ലോയീസ് ആഗ്രഹിക്കില്ല. എന്നാൽ നല്ല സാലറിക്ക് വേണമെന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അധികം ഡിഫിക്കൽട്ടുള്ള ടാസ്കുകളൊന്നും ഏറ്റെടുക്കാൻ ചിലപ്പോൾ എംപ്ലോയീസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അന്ന് എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല സാലറി വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ. But to fulfill their expectations, they feel that they are in a job which is not appropriate for them. In case ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്തില്ല അല്ലെ, മതിയായ സാലറിയിലൊക്കെ മതിയായ രീതിയിലുള്ള ടാസ്കുകളല്ല ഇങ്ങനെയൊക്കെ അവരെന്താണ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല, അവരുടെ എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ദം. അവരെ ഈ ജോലി അത്രയും അനുയോജ്യമല്ല എന്നുള്ളൊരു ഫീലിംഗിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ എംപ്ലോയീസ് അവരുടെ ക്വാളിഫിക്കേഷൻ സ്കില്ലിനെ അനുസരിച്ചിട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സാലറി വേണം, അതിന് ജോലി ടാസ്ക് ഒന്നും മേഖലകൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസ്. എംപ്ലോയീസ് ഇങ്ങനെ സാലറിയും കുറെ റിസ്ക് ഒന്നും പറ്റില്ല എന്നൊക്കെ ഉള്ളത് എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രമല്ല മാനേജർമാരും കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. Human resource managers sometimes expect more than employees' capabilities or skills. Okay, employees ഒക്കെ നമ്മളുടെ ഈ ജോലിക്ക് അനുയോജ്യമാണ്, കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കഴിവ് ഉണ്ട് എന്ന് മാനേജേഴ്സ് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഫൈൻസ് there is a mismatch between the employee and his partner. Okay, ചിലപ്പോഴെങ്കിലും നമുക്കറിയാം എംപ്ലോയിക്ക് മനസ്സിലാക്കി കണ്ടെത്തേണ്ടതായിട്ട് വരും ഇത് നമ്മൾ ഉദ്ദേശിച്ച തൊഴിലിന് മിസ്മാച്ച് ആണ് അല്ലെ, ശരിയായ രീതിയിൽ അത് നാച്ചുറൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ചിലപ്പോഴെങ്കിലും കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു. അപ്പൊ മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസും മറ്റൊരു പ്രോബ്ലം ആണ്. എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ് ഫസ്റ്റ് വൺ ആയിട്ട് പറയുമ്പോൾ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസ് ആണ്. തേർഡ് വൺ പറയുന്നത് ചേഞ്ച് ഇൻ ടെക്നോളജി. ഓക്കെ, നമ്മളിപ്പോ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓക്കെ അറ്റ് ദ സെയിം ടൈമിലുള്ള സ്കിൽ നോളജ് ഒക്കെ നമ്മൾ അല്ലെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കുകയും ഒക്കെയാണ്. പക്ഷെ പറഞ്ഞ മാതിരി ടെക്നോളജി എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമ്പോഴും നമുക്കറിയാം അത് ഒരു വെല്ലുവിളി തന്നെയാണ്. ടെക്നോളജി ബ്രിങ് ചേഞ്ചസ് ഇൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. Due to this change, the description descriptions result in a mismatch between the job and the employee. Okay. ഇപ്പൊ ജോലിക്ക് നമുക്കറിയാം പണ്ടത്തെ ജോലിയിലെ നേച്ചർ ആയിരുന്നു. ഇപ്പൊ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ജോലിയിലെ പണ്ടത്തെ റിസപ്ഷനിസ്റ്റിന്റെ ജോലി രീതി അല്ല ഇപ്പോഴത്തെ, പണ്ടത്തെ അക്കൗണ്ടന്റിന്റെ ജോലി അല്ല ഇപ്പോഴത്തെ അക്കൗണ്ടന്റിന്റെ ജോലി. കാരണം പണ്ട് മാനുവലി നമുക്കറിയാം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടുകൂടി റെക്കോർഡ്സ് കൈകാര്യം ചെയ്യുന്നു. സോ ആ ചേഞ്ചസ് വേരിയേഷൻസ് നമുക്കറിയാം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഓരോ അറ്റ് എ ടൈമിന് തന്നെ അതിന് വേരിയേഷൻസ് വരുന്നുണ്ട്. ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതേമാതിരി തന്നെ സ്പെസിഫിക്കേഷൻ അല്ലെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്? ഒന്ന് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ് മറന്നുപോയ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജോബ് അനാലിസിസിൽ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചേക്കുന്നതാണ്. ജോബ് അനാലിസിസിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? പെട്ടെന്നുണ്ടോ? ജോബ് അനാലിസിസിലാണ് പഠിച്ചു പോയിരിക്കുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളാം. ഓർക്കുന്നുണ്ട് അല്ലെ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? എംപ്ലോയിയുമായി ബന്ധപ്പെട്ടതാണ്, ജോലിയുമായി ബന്ധപ്പെട്ടതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. ജോബുമായി ബന്ധപ്പെട്ടത് അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട എന്ത് ജോലിയാണ്, ഏത് തരത്തിലുള്ള ജോലിയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്, എന്തൊക്കെ ഹസാർഡ്സ് ആണ് അല്ലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് സ്പെസിഫിക്കേഷനിൽ എന്താണ് വരുന്നത്? ആ ജോലി അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ വരുന്ന സ്കില്ല്, നോളജ്, എബിലിറ്റി, ആറ്റിറ്റ്യൂഡ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യം.
ആ ജോലി ചെയ്യാൻ യോഗ്യരായ വ്യക്തിക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ അതുകൊണ്ട് തന്നെ പറയുന്നത് ടെക്നോളജി മാറ്റം വരുന്നതനുസരിച്ചിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വേരിയേഷൻസ് വരുന്നു, അതേമാതിരി തന്നെ സ്പെസിഫിക്കേഷനിൽ വേരിയേഷൻസ് വരും അല്ലെ. മാനുവലി എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ അക്കൗണ്ട്സ് വർക്ക് നമുക്കറിയാം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോ അല്ലെ ഹ്യൂമൻ റിസോഴ്സിനെല്ലാം കുറെ ഇത് വരുന്നുണ്ട് അല്ലെ. ടെക്നോളജി അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സ്ക്രീനിങ് കപ്പാസിറ്റി ഒക്കെ കൂടുതലായിട്ട് വരും അല്ലെ. ഇപ്പൊ പേഴ്സൺ ഉണ്ടാവുന്ന തന്നെ ആ നോളജിനും സ്കില്ലിനും വേരിയേഷൻസ് സംഭവിച്ചില്ലേ. ജോലി സെയിം ആണ്, അക്കൗണ്ട്സിന്റെ തന്നെ വർക്കാണ് ചെയ്യുന്നത്. പക്ഷെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് മാനുവലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട നോളജിനേക്കാൾ അപ്പുറം ടെക്നോളജി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള പവറിനും കൂടി ഒരു പ്രാധാന്യം വന്നു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു രീതി തന്നെ എവിടെയാണ് ഇവിടെ പറയുന്നത്. ടെക്നോളജി ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. Due to these changes, the discrepancies result in a mismatch between the job and the voice. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ വ്യത്യസ്തത അല്ലെ, ആ ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും മിസ്മാച്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടെക്നോളജി ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള നോളജും സ്കില്ലൊന്നും ചിലപ്പോൾ പേഴ്സണൽ കിട്ടിയതില്ല. സോ അതെല്ലാം ചില തന്നെ നമുക്കറിയാം അതിൻ്റെതായ രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കാം ഈ ഇതും ഒരു തരത്തിലുള്ള പ്ലേസ്മെന്റിന്റെ പ്രോബ്ലം ആണ്. നേരത്തെ കൂട്ടിയുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനൊക്കെ വ്യത്യാസിച്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുന്നത് organization structure and jobs are influenced by business brand strategies such as the downsizing, then mergers, then acquisitions, delaying, etc. These changes result in a mismatch between the employees and its job. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ജോലിയുടെ ആ സ്ട്രാറ്റജിയിൽ തന്നെ അല്ലെ തന്ത്രപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവിടെ മാറ്റങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ ഒന്ന് രണ്ട് ജോലികളൊക്കെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനൊക്കെ ആയിട്ട് കുറെ ഡെയിലിയും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വേരിയേഷൻസ് വരും അല്ലെ. ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് ആ ജോലിയിൽ നിന്ന് അങ്ങനെ ചെയ്യാനായിട്ട് അല്ലെ ആ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്ത് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള നോളജ് സ്കില്ലുള്ള പേഴ്സണായിട്ട് കണ്ടുപിടിക്കാം. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രത്യേകതകൾ അല്ലെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അതും മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലം ആണ്. ഞാൻ വീണ്ടും നോക്കുകയാണെങ്കിൽ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? Mismatch sometimes is also due to social and psychological factors involved that keep or group formation. Okay, നമുക്കറിയാം എന്തെങ്കിലും സോഷ്യൽ സാമൂഹികപരമായിട്ടും സൈക്കോളജിക്കൽ പരമായിട്ടും നമുക്കറിയാം മാനസികപരമായിട്ടും തന്നെ ചില കാര്യങ്ങളുണ്ടാവും അല്ലെ. ഗ്രൂപ്പ് ഓഫ് ഇൻഫോർമേഷൻസ് ടീമുകളൊക്കെ പ്രവർത്തിക്കുന്നത് അതൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റു സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഇതിനെ കുറിച്ച് അതിന്റെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സമൂഹത്തിലെ ചില നിയമങ്ങളും ലീഗൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. പക്ഷെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് ഈ ഒരു സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഘടനകൾക്കെല്ലാം വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ ആ ജോലിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ നേച്ചർ ഓഫ് ജോബ് ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ 5th പോയിന്റ്സ് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് വളരെ കുറച്ച് കാര്യം കൂടെ ഉള്ളൂ.
പോയിന്റ് വരെ സിക്സിലേക്ക് നോക്കാം. നേച്ചർ ഓഫ് ജോബ്. ഇനി നമ്മളെ പറഞ്ഞ മാതിരി ജോബിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്വഭാവത്തിലുള്ള വേരിയേഷൻസ് ആണ് അല്ലെ. Another problem with the placement is that the focus is on the individual rather than the job. നമുക്കറിയാം വ്യക്തിയേക്കാൾ കൂടുതൽ നമ്മൾ മറ്റു കാര്യങ്ങൾ കൂടി അല്ലെ ജോലി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇതിൽ പറയാണ് more often the individual does not work without the influence of others. ചിലപ്പോഴൊക്കെ ഇൻഡിവിജ്വൽ ഈ പറഞ്ഞ മാതിരി ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല എങ്കിലും മറ്റൊരാളൊരു പിന്തുണ ഇല്ല എങ്കിലും അവരുടെയൊക്കെ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെയൊക്കെ അല്ലെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് എന്നൊക്കെയുള്ള ഒരു കൺട്രോളിംഗ് പവർ ഒന്നും ഇല്ലാതെ ഒന്നും അവർ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. The kind of job will determine whether the employee work with the autonomy or is dependent on others. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും അവരൊരു മേലധികാരികളുടെ ഒരു കൺട്രോളിംഗ് എന്തെങ്കിലാണ് വിദ്യാഭ്യാസത്തിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. അവര് ചിലപ്പോൾ വേണമെങ്കിൽ ഭയങ്കര നമ്മളെ ചിട്ടയായിട്ട് കൺട്രോളിംഗ് അല്ല, നല്ല രീതിയിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊടുത്ത് നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെയായിരിക്കും പ്രചോദിപ്പിച്ച് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരാള് ഇതിന്റെ പിന്നിൽ ഉണ്ടാവണം, ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഈ ഇവിടെ എംപ്ലോയീസിനോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. Nature of job and the problem with the placement is that the focus is on the individual rather than the job. അവിടെ ജോലിയേക്കാൾ കൂടുതൽ ഒരു ഇൻഡിവിജ്വൽ എങ്കിലും അവര് ഫോക്കസ് ചെയ്യാൻ, അവരെ ശ്രദ്ധിക്കാനായിട്ട്, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാറുണ്ട് ഒരു ചെറിയ ഭാഗമാണ്. അതായത് 3 types of job in the context of 3 തരത്തിലുള്ള ജോലിയെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഹെഡിങ് കേൾക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം ഒരു ഇൻഡിപെൻഡന്റ് സ്വഭാവമാണ് അല്ലെ. ഒരു വ്യത്യസ്തത ഉളവാക്കുന്ന ഒരു സ്വഭാവമുള്ള ജോലികൾ ഉണ്ടാവാം. സ്വീക്കൻഡൽ എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയായ സ്വഭാവത്തോടു കൂടിയ ജോലി ഉണ്ടാവാം. പൂൾഡ് അല്ലെ, പൂൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സംയോജിതമായിട്ട് പ്രവർത്തിക്കേണ്ട ജോലികൾ ഉണ്ടാവും. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും, സംയോജിതമായിട്ട് അല്ലെ. നമ്മൾ ഒരു കാര്യം ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും അത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കാനൊക്കെ വേണമെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട് തന്നെ ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കുന്നു, അത് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കുന്നു, അത് അല്ലെ അത് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ ചേർന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് വിപണിയിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിങ് ഉണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആണ്. ഇതിനൊരു തുടർച്ചയുണ്ടെങ്കിൽ അത് സ്വീക്കൻഡൽ ആണ്. ഫ്യൂൾഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള വർക്കുകളുണ്ട്. അപ്പൊ ആ ജോലിക്ക് വ്യത്യസ്തതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇൻഡിപെൻഡന്റ് വർക്കുകൾ ഉണ്ടെങ്കിൽ ഇൻ സർട്ടൻ കേസസ് ജോബ്സ് ആർ ഇൻഡിപെൻഡന്റ്. ഫോർ എക്സാമ്പിൾ പോസ്റ്റൽ സർവീസ് ഓർ ഫീൽഡ് സെയിൽസ്. ഓക്കെ, നമ്മള് ഇപ്പോ പോസ്റ്റൽ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സേവനം മാത്രമാണ് അല്ലെ. നമ്മൾ ഏത് സർവീസ് ആണെങ്കിലും അല്ലെ, ഒരു ജസ്റ്റ് അവിടെ വരുന്നു, കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു, ആവശ്യമുള്ളവരൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഡ്യൂട്ടി ചെയ്യുന്നു. അതേസമയം അതിന് തുടർച്ചയായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് പരിശോധിക്കുന്നു, പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്നു, അവരുടെ ഡയഗ്നോസിസ് പ്രൊസീജിയർ നടത്തുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഉണ്ട് ആ ഒരു ജോലിക്ക് അല്ലെ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉള്ള ജോലികളുണ്ട്, അതേപോലെ തന്നെ സ്വീക്കൻഡൽ ആയിട്ടും പൂൾഡ് ആയിട്ടുള്ള ജോലികളുണ്ട്. ഇൻഡിപെൻഡന്റ് ജോലി എന്ന് പറയുമ്പോൾ ഇൻ സർട്ടൻ കേസസ് ജോബ്സ് ആർ ഇൻഡിപെൻഡന്റ്. ഫോർ എക്സാമ്പിൾ പോസ്റ്റൽ സർവീസ് ഓർ ഫീൽഡ് സെയിൽസ്. In such conditions, activities of one worker do not depend on the activities of another worker. ഒരു വർക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റൊരു വർക്ക് കൈകാര്യം ചെയ്യേണ്ടതില്ല. പോസ്റ്റ് ഓഫീസിൽ നമുക്കറിയാം വരുന്ന ലെറ്റേഴ്സുകളൊക്കെ തരം തിരിച്ചൊക്കെ അവിടെ എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റൊരു വർക്കേഴ്സ് ഒന്നും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഈ പറഞ്ഞ മാതിരി പ്രൊഡക്ഷൻ യൂണിറ്റിലോ സർവീസ് ഓറിയന്റഡ് യൂണിറ്റിലൊക്കെ എല്ലാം കഴിയുമ്പോൾ അടുത്ത കൂട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു രീതിയൊന്നും അവലംബിക്കാൻ പറ്റാത്ത വരില്ല. Then this is a problem. This is a problem of placement is a simple as a solution for it has made a developer. അല്ലെ പ്ലേസ്മെന്റിന്റെ ഒരു പ്രോബ്ലം നമുക്കറിയാം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡെവലപ്മെന്റ് സൊല്യൂഷൻസും കണ്ടെത്തേണ്ടതുണ്ട്. സ്വീക്കൻഡൽ
സെക്കൻഡ് എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ടുള്ള ജോലിയാണ്. ഇൻസ് കാറ്റഗറി എ വർക്കർ ഡിപ്പെൻഡ്സ് ഓൺ ദ അതർ വർക്കർ ടു ഡു ഹിസ് ജോബ് അല്ലെ. അസംബ്ലി ലൈൻസ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ജോബ്സ്. ഓക്കെ, നമുക്കറിയാം ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്തവര് അല്ലെ. അങ്ങനെ എങ്ങനെ പോകുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ അത് സെക്കൻഡിൽ വരുന്നുണ്ട് അല്ലെ. ഇവിടെ അസംബ്ലി ലൈനിൽ നമുക്കറിയാം ഒരാൾക്ക് പുറകെ നിന്നാണ് മറ്റൊരാൾ അസംബ്ലിയിലേക്ക് നിൽക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഒരു ജോലിക്ക് അതിനുശേഷം അടുത്ത ജോലി, അതിനുശേഷം അടുത്ത ജോലി അല്ലെ. അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ അത് സെക്കൻഡ് ജോലിയാണ് വിശേഷിപ്പിക്കാം. ദെൻ പൂൾഡ്, എന്താണ് പൂൾഡിലെ പറയുന്നത്? ഹൈ ഇൻഡിപെൻഡൻസ് ഇസ് പ്രസന്റ് എമംഗ് ദ ആക്ടിവിറ്റീസ് വെൻ ദ ജോബ്സ് ആർ പൂൾഡ് അല്ലെ. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അത് വരുന്നത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും വെൻ ദ ജോബ്സ് ആർ പൂൾഡ്, ജോബുകളെല്ലാം തന്നെ അത് സംയോജിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിർത്തുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം പ്രസന്റ് ആക്ടിവിറ്റീസ് ഓരോ കുട്ടികളെ ഏൽപ്പിക്കുന്ന കുട്ടികളൊക്കെ അവര് ചെയ്തു പോകുന്നത്. അതിന്റെ റിസൾട്ട് ഈസ് ജോയിന്റ് എഫേർട്ട് ഓഫ് ഓൾ വർക്കേഴ്സ്, എല്ലാ വർക്കേഴ്സിന്റെയും കൂടി എഫേർട്ടോട് കൂടിയിട്ടാണ് അവസാനത്തെ റിസൾട്ട് നൽകുന്നത്. ഓരോ പേഴ്സൺസിനും ചിലപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെ കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ്ലി നമുക്കറിയാം അതിന്റെ റിസൾട്ട് ഈസ് ജോയിന്റ് എഫേർട്ട് ഓഫ് ഓൾ വർക്കേഴ്സ്. ടീം വർക്ക് മാറ്റേഴ്സ് ലോട്ടറി ഇൻ സച്ച് ജോബ്സ്, നമുക്കറിയാം ടീം വർക്കുകൾ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ മാതിരി തന്നെ കൂടുതലായിട്ടുള്ള വർക്കുകളാണ്. കാരണം എല്ലാവരിലേക്കും ആ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പകർത്തിട്ട് നടക്കുകയാണ്. എക്സാമ്പിൾസ് ഓഫ് പൂൾഡ് ജോബ്സ് ആർ പ്രൊജക്ട് ടീംസ്, ടെമ്പററി ടാസ്ക് ഫോഴ്സസ് ആൻഡ് അസംബ്ലി ടീംസ് എക്സെട്ര. പറഞ്ഞ മാതിരി അതിന് അല്ലെ പ്രൊജക്ട് ഒക്കെ ടീമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് അല്ലെ. ഇപ്പൊ ഒരു കൂട്ടരും ഏൽപ്പിച്ചേക്കുന്ന വർക്കുകളൊക്കെ കൈകാര്യം ചെയ്ത് അത് ഏകോപിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഒരു മെയിൻ റിസൾട്ട് ആയിട്ട് വരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ജോലിയാണെങ്കിൽ അത് പൂൾഡ് ജോബ് എന്ന് പറയും. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോലികളുണ്ട്, സെക്കൻഡറി ആയിട്ടുള്ള ജോലികളുണ്ട്, ദെൻ പൂൾഡ് ആയിട്ടുള്ള ജോലികൾ. ഓക്കെയാണോ? ഓക്കെയാണോ? ട്യൂഷൻ ക്ലാസ് എടുക്കാം അല്ലെ. ഓക്കെ, നേച്ചർ ഓഫ് ജോബ് ആണ് അതിന്റെ വ്യത്യസ്തതയാണ്, സ്വഭാവമാണ് അതിൽ കാണിച്ചു വരുന്നത്. നമ്മള് 6th പോയിന്റ്സ് നേച്ചർ ഓഫ് ജോബ് ഒന്നുകൂടി നോക്കാം. നേച്ചർ ഓഫ് ജോബ് ഒന്ന് നോക്കാം. Another problem with the placement is that focusing is on the individual rather than the job. ഒരു ഇൻഡിവിജ്വലിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് ജോലിയുടെ വിശിഷ്ടതയാണ്, പ്രത്യേകതയാണ്. ഇൻഡിവിജ്വൽ ഡസ് നോട്ട് വർക്ക് വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് അതേഴ്സ്. അതായത് ഒരു പിൻബലമില്ലാതെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ചില ജോലികളുണ്ടാവും. അതായത് ജോലി ഒരു പേഴ്സണൽ ഇൻഡിവിജ്വലി എടുത്തു നോക്കി കഴിഞ്ഞാൽ അവൻ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നവനായിരിക്കാം. പക്ഷെ അവന്റെ പുറകില് ഒരു പിന്തുണ ഇല്ല എങ്കിൽ അവൻ ഈ പറഞ്ഞ മാത്രം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥയുണ്ടാവും. Kind of job will determine whether the employer works with the autonomy or is a dependent on others. അവരെ ഏകാഗ്രത ഒരു മേലധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു പുസ്തകമായിട്ടുള്ള ഒരു ലീഡർ പവർ ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അതല്ലാതെ കേസ് സ്വന്തമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരാനായിട്ടുള്ള ജോലികളുണ്ടാവും. അപ്പൊ ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ചില ജോലികളൊക്കെ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള ജോലിയുടെ നേച്ചർ ആണ്. ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ഫിനിഷ് ചെയ്താലാണ് അടുത്ത കാറ്റഗറി ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ബേസിക് സ്റ്റാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഫൈനലൈസേഷനിലേക്ക് എത്താൻ പറ്റുന്നത് അല്ലെ. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻഡിങ്ങിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം അല്ലെ. അവരല്ലെങ്കിൽ താപൂർത്തി കണക്കും ആരെങ്കിലും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ക്ലാസ് അല്ലെ. അവരവര് വ്യക്തി ഉണ്ടെങ്കിൽ മാത്രം ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള സഹപ്രവർത്തകർ അല്ലെ, ജോലി ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. സോ അവിടെ അതൊക്കെ ശ്രദ്ധിക്കണം. അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതൊരു പ്രോബ്ലം തന്നെയാണ് അല്ലെ. അവരൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മള് പറയില്ലേ സ്റ്റാഫില് അല്ലെ മാനേജേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താ പറയുന്നത് അവിടെ അലക്ഷ്യമായിട്ടായിരിക്കും ജോലി കൈകാര്യം ചെയ്യുന്നത്. മാനേജേഴ്സിന്റെ ഒരു ജസ്റ്റ് ഒന്ന് അല്ലെ കൺവെട്ടം കണ്ടാൽ മതി, എല്ലാവരും നല്ല ഡീസെന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളും ഉണ്ടാവും അല്ലെ. ചിലരൊക്കെ ചില ഓഫറുകൾ കൊടുത്തിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്.
ആ ഓഫർ ഇല്ലെങ്കിൽ അവര് മടിയന്മാരായിട്ട് ചെയ്യും അല്ലെ, എന്തെങ്കിലും ടാർഗറ്റ് അറ്റൈൻ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഓഫറായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലുവൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികൾ ഉണ്ടാവും. അപ്പൊ വ്യത്യസ്ത ജോലിയുടെ ആ ഒരു സവിശേഷതകളുടെ കാര്യമാണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലോയൽറ്റി അല്ലെ, അവിടെ തൊഴിലുടമയോടും സ്ഥാപനത്തിനോടും ഒരു വിശ്വസ്തത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരാളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് പ്രചോദനമോ ഒന്നും ആവശ്യമില്ല, അവര് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളും ഉണ്ട് എന്നതാണ്. ചെയ്യണോ? നമുക്ക് എന്തായാലും റിവിഷൻ വേണ്ടേ? നമ്മുടെ ചാപ്റ്റർ 1-2 ചാപ്റ്ററുകളൊക്കെ അല്ലേ, നമ്മള് ഫിഫ്ത് ചാപ്റ്റർ ഉണ്ട്, ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ദെൻ നമ്മുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതില് എനിക്ക് തോന്നുന്ന മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് ഫിഫ്ത് ചാപ്റ്റർ ആയിരിക്കും അല്ലേ? നമ്മളുടെ ഡിസൈൻ റിലേഷൻസ് അല്ലേ? ആണോ? ആണോ? അപ്പൊ എന്തായാലും 3 ചാപ്റ്റർ വന്ന് നിങ്ങൾ ജസ്റ്റ് ഓടിച്ചിട്ട് വായിച്ചിട്ട് പോരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ നടത്താം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ ആയിട്ട് വരിക. ഓക്കെ, താങ്ക് യു.